Hello everyone, welcome back to our channel. ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിലൂടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് Duke200 bs6 എന്ന് പറഞ്ഞ വണ്ടിയാണ്. അപ്പോൾ വണ്ടി നമ്മുടെ ഫ്രണ്ടിന്റെ ആണ്, നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിന്റെ റിവ്യൂവും എന്തൊക്കെയാണ് വണ്ടിയിൽ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ പുതിയ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. കയറിപ്പോരെ. സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഹെഡ് ലാമ്പിൽ നിന്ന് തുടങ്ങാം. ഹെഡ് ലാമ്പ് എന്ന് പറയുന്നത് നമുക്കൊരു 250 മോഡലിലെ ഹെഡ് ലാമ്പാണ് നമുക്ക് ഇപ്പോൾ വരുന്ന 200-ൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരു ഓവറോൾ ലുക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 250-യുടെ മോഡൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. ഏറ്റവും ഒരു മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. 43mm WP അപ്പെക്സ് ഷോക്കാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. പിന്നെ ഫ്രണ്ട് ടയർ എന്ന് പറയുന്നത് 110 സെക്ഷൻ MRF ടയറാണ് ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ നമുക്ക് 230mm ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിംഗ് ഒരു റൈഡിങ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ നല്ലൊരു ബ്രേക്കിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഫുഡ് ബാക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് ബാക്കൊക്കെ തന്നെയാണ്. ഡ്യുവൽ ചാനൽ ABS ബ്രേക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ബൈക്ക് തന്നെയാണത്. പിന്നെ നമ്മൾ എൻജിൻ സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 199 സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DHC എഞ്ചിനാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ മാക്സിമം പവർ എന്ന് പറയുന്നത് 25 PS പവറും അതുപോലെ തന്നെ ടോക്ക് 19mm ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു എഞ്ചിൻ തന്നെയാണ്. BS4 നിന്ന് BS6-ലേക്ക് നമ്മൾ ഇതിൻ്റെ ഒരു ചേഞ്ചസ് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എഞ്ചിൻ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുണ്ടെന്നുള്ളൊരു ഫീലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഒരു എക്സോസ്റ്റ് സൗണ്ട് നമുക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ സൗണ്ട് ഭയങ്കര ഒരു സ്മൂത്ത് ആയത് കൊണ്ടിട്ട് തന്നെ നമുക്ക് ആ ഒരു 200-ൻ്റെ ഒരു പഴയ ഫീല് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതൊരു പറയാണ്ടിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. പിന്നെ വണ്ടിയുടെ ക്രാഷ് കാർഡ്, റേഡിയേറ്റർ, എൻജിൻ കാർഡൊക്കെ നമുക്ക് ഒരു ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വണ്ടിയിൽ ബെൻ പൈപ്പൊക്കെ നമുക്ക് അടിയിൽ കൂടിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അടിയിൽ കൂടി പോയിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചുകൂടി വണ്ടിക്ക് കുറവാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 170mm ആണ് നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഹമ്പും ചെറിയ ചെറിയ കുഴിയൊക്കെ ചാടുമ്പോൾ നമുക്ക് അത് ആ രീതിയിൽ നമ്മൾ ചാടിച്ചില്ല എന്നുണ്ടെങ്കിൽ വണ്ടിക്ക് നമുക്ക് എന്തെങ്കിലും ഡാമേജസ് വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ നമുക്ക് BS4-ലുള്ള ആ ഒരു ഇൻസ്റ്റൻറ്റ് പിക്കപ്പ് തന്നെ നമുക്ക് BS6-ലും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ സീറ്റിംഗ് പാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 250-നേക്കാളും കുറച്ചുകൂടി വളരെ സ്മൂത്ത് ആയിട്ടുള്ള സീറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഷാർപ്പ് ടെയിൽ ലൈറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പഴയ Duke 250-യുടെ ടെയിൽ ലൈറ്റ് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഒരു ഷാർപ്പ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. 150 kg ആണ് നമുക്ക് വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് അത്യാവശ്യം ഇപ്പോൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഷോർട്ടായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കയറി ഇരുന്നിട്ട് നോക്കിയിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതായത് 810mm ഹൈറ്റ് ഉള്ളൊരു വണ്ടിയാണത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് പൊക്കം കുറവുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാല് എത്താനായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ട് കാണും. ഇപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് വണ്ടി എടുക്കുക. പിന്നെ ഒരു ക്യൂട്ട് ടാങ്ക് തന്നെയാണ് നമുക്ക് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 13 ലിറ്റർ കപ്പാസിറ്റിയാണ്. ഒരു ബ്രൈറ്റ് ഡിസ്പ്ലേ ആയിട്ടുള്ളൊരു മീറ്റർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് മുതൽ നമുക്ക് എല്ലാ ഫംഗ്ഷൻസും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഹാൻഡിൽ സൈഡ് വൈഡ് ഹാൻഡിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് നല്ലൊരു കൺട്രോളും കോർണറിങ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വളരെ സോഫ്റ്റ് ക്ലച്ചാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. 6 സ്പീഡ് ഗിയറാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത്. റൈഡിങ് എക്സ്പീരിയൻസ് നമ്മൾ BS4-നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് പവർ ലോസ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഹീറ്റിങ് വളരെ കുറവാണ്. പിന്നെ വൈബ്രേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച്, അതായത് വണ്ടി കുറച്ച് പവറിലേക്ക് കയറുമ്പോൾ മാത്രം നമുക്ക് ഫുട് റെസ്റ്റിൻ്റെ അവിടെയൊക്കെ കുറച്ച് വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കിൽ തന്നെയുള്ള ചേഞ്ചാണ്. മെയിൻ ഒരു മിസ്സിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൗണ്ട് തന്നെയാണ്. ശരിക്കും ആ സൗണ്ട് BS4 ഒരു സൗണ്ട് ശരിക്കും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം എൻജിനൊക്കെ നല്ലൊരു റിഫൈൻഡ് എൻജിനാണ്. പിന്നെ മൈലേജ് നമുക്കൊരു 30 to 35 കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. പിന്നെ ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്. 2.17 to 2.20 ആണ് ഇപ്പോഴത്തെ നിലവിലെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ വണ്ടി വാല്യൂ ഫോർ മണിയാണ്. അതിൻ്റെ അകത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി മേടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.